ഇന്ന് ജിൻഡോ, അർജുൻ, ശ്രീധുവിന് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് ശ്വേത. മറ്റൊന്നുമല്ല, അവർ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അവരുടെ ബെഡിന്റെ അടിയിലുള്ള ഡ്രോയറിൽ അവരുടെ ഡ്രസ്സ് മുഴുവൻ വലിച്ചു വാരിയിട്ടേക്കുവാണ്. ഒരടുക്കും ചിട്ടയും ഇല്ലാതിട്ടിരിക്കുകയാണ്. അപ്പൊ ശ്വേത പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങ് വന്നേ, ഇത് മുഴുവൻ ഒന്ന് ശരിയാക്കി വെക്ക്, ഇങ്ങനെയാണോ ഡ്രസ്സൊക്കെ ഇടണ്ടേ. എന്നിട്ട് അവരെപ്പോഴേ അടുക്കുകയെല്ലാം വെക്കാൻ തുടങ്ങി കേട്ടോ. അന്നേരം പറയുന്നു, നിങ്ങൾ അന്നേരം കഴുകി എടുക്കുമ്പോഴേ മടക്കി അതുപോലെ അങ്ങ് വെച്ചാ പോരെ എന്നൊക്കെ പറയുന്നു. ഇവര് പക്ഷെ അതെല്ലാം കൊച്ചു കുട്ടികളെ പോലെ കേട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ സാബുവും വന്നു. സാബുവും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില ഒരു ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്വേത പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ നിങ്ങൾ ക്ലീൻ ആക്കി വെക്കണം. ഈ റൂമിലെ മുഴുവൻ സാധനങ്ങളും, നിങ്ങളുടെ ഷൂസുകളായാലും അതുപോലെ ബെഡും അതുപോലെ നല്ല നീറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബെഡ് മാത്രമല്ല, നിങ്ങളുടെ ഈ ഡ്രസ്സ് എല്ലാം മടക്കി നല്ല വൃത്തിക്ക് വെക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് പിന്നെ അർജുൻ വന്ന് ഇരിക്കുന്നതായിട്ടുള്ള ബെഡൊക്കെ നല്ല ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. ആ സമയത്ത് മറ്റ് അംഗങ്ങളൊക്കെ അവിടെ ഇവിടെയും വർത്താനം പറഞ്ഞു ഇങ്ങനെ ചുമ്മാതിരിക്കുകയാണ്, ഒരു പണിയില്ലാതിരിക്കുകയാണ്. പക്ഷെ ഇവര് 3 പേരും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്നലെ മുതലേ ഇവർ രണ്ടുപേരും നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡെൻ ടീമിന്. കാര്യം പറയുന്ന കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെങ്കില് ഇത്തവണത്തെ പവർ ടീം വെറും മോശമായിട്ടുള്ള രീതിയിലാണ്. അത് വന്ന ഗസ്റ്റും പറയുന്നുണ്ട്, രണ്ടുപേരും പറയുന്നുണ്ട്, വെറും മോശമായിട്ടുള്ള രീതിയിലാണ് പവർ ടീം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ HR അതേ രീതി തന്നെയാണ് കാണിക്കുന്നത്. ഓണേഴ്സും HR മോശമായിട്ടാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം. ഇപ്പൊ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഡെൻ ടീം തന്നെയാണ്. നമുക്ക് കണ്ടറിയാം ലാസ്റ്റ് ആകുമ്പോൾ ആരായിരിക്കും പവർ ടീമിലേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളതെന്ന്. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ കാണാവുന്നതാണ്.